മോട്ടിവേഷൻ വീഡിയോസ് കാണും കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ മോട്ടിവേഷൻ വീഡിയോസ് കാണുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാം നമ്മുടെ ഗോൾ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, നമ്മൾ നമ്മളുടെ ലൈഫിൽ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നല്ലത് നമ്മുടെ ലൈഫിലേക്ക് സംഭവിക്കാം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പലരും ഇങ്ങനെയുള്ള വീഡിയോസ് കേൾക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പരാജയങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ലതായിട്ടൊരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ നമ്മളെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കുറച്ചും കൂടെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ചെയ്യാൻ സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മിക്ക ഒരു 25 ഇയേഴ്സിന് മേലോട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും കൂടുതൽ ഒരു മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കാണും. കാരണം അവരുടെ ലൈഫിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സിന് ആരെങ്കിലും ഒരാൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് കേൾക്കാനും അല്ലെങ്കിൽ നമുക്കറിയാൻ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരുത്തും അല്ലേ, നമ്മളെ ഒരു ലൈഫ് ഡെവലപ്പ് ആവാൻ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒക്കെ. പക്ഷെ ഇതിലെല്ലാത്തിനേക്കാളും ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സെൽഫ് ലവ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു കാര്യം നമ്മളെ തന്നെ സ്നേഹിക്കാനും നമ്മളെ അറിയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി എല്ലാ കാര്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. നമ്മളെ ലൈഫ് സക്സസ് ആവാനാണെങ്കിലും നമുക്കൊരു നല്ലൊരു കരിയർ ഉണ്ടാക്കാനാണെങ്കിലും നല്ലൊരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലും എന്താണ് അറിയണമെങ്കിലും നമ്മൾ ആദ്യം നമ്മളെ അറിയണം. നമ്മളെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പോലും. ഇപ്പം പലരും പറയും ഞാൻ എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ. നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിലുണ്ടല്ലോ നമ്മൾ അവരെയൊക്കെ സ്നേഹിക്കുന്നത് ഒരു സമയത്ത് നമ്മൾ പിറുപിറുക്കും, വെറുതെ എൻ്റെ ലൈഫ് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ ഉള്ളത്. നമ്മൾ അതിൻ്റെ കൂടെ നമ്മളെയും കൂടെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക അല്ലെങ്കിൽ പരിശീലിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നതിൻ്റെ സന്തോഷം എന്ന് പറയുന്ന കാര്യം നിങ്ങൾ എവിടെയും കണ്ടെത്തി പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിലിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വർക്ക് പ്രഷറായിട്ട് കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ മുമ്പിൽ ആ വ്യക്തിയെ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ വേറെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരിക്കലും ഒരാളെ ബ്ലെയിം ചെയ്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ ആക്കി ഇങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മളെ ലൈഫിൻ്റെ ഒരു എൻഡിലെത്തുമ്പോൾ നമ്മളെപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മുടെ ജീവിതത്തോട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലരും അങ്ങനെയുള്ള വീഡിയോസ് ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ലൈഫിലേക്ക് മുമ്പേ വരെ ഞാൻ എപ്പോഴും എൻ്റെ ലൈഫ് നോക്കി കണ്ടിട്ടുള്ളത് പുറത്തു നിന്ന് ഒരാൾ നോക്കി കാണുന്ന പോലെയാണ്. അല്ലാതെ ഞാൻ എൻ്റെ ലൈഫിനെ നല്ല രീതിയിൽ ഞാനായി ഇരുന്ന് നോക്കിക്കാണുകയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ചേഞ്ചും ഞാൻ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ, എൻ്റെ ലൈഫിനെ തന്നെ എൻ്റെ സെൽഫിനെ തന്നെ ഞാൻ സ്നേഹിക്കണമെന്ന് മനസ്സിലാക്കി സ്നേഹിച്ച് തുടങ്ങിയപ്പോഴുണ്ടാകുന്ന ഒരു ചേഞ്ചും എല്ലാം കൂടിയായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളെ സെൽഫിനെ സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ സെൽഫിനെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താണ് എന്ന് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ ലൈഫിനെ സെൽഫിനെ സ്നേഹിച്ച് തുടങ്ങുന്നതിന് മുമ്പേ ആയിട്ട് ഞാൻ എൻ്റെ ലൈഫിനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ എന്നെ തന്നെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഫസ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യം എന്താണോ, നമ്മുടെ സെൽഫിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്താണെന്നുള്ള കാര്യത്തിനെ നമ്മൾ മനസ്സിലാക്കി നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യുക. പലപ്പോഴും നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം എന്തായിരിക്കും, നമ്മൾ ജഡ്ജ് ചെയ്യായിരിക്കും അല്ലേ. ഞാനൊന്ന് എൻ്റെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഞാൻ പറയും എന്നെ കൊള്ളില്ല അല്ലേ, ഞാൻ കുറച്ച് തടിച്ചിട്ടുണ്ടല്ലേ, ഇങ്ങനെ എല്ലാം അതെ എനിക്ക് കുറേ പ്ലസ് പോയിന്റ്സ് ഉണ്ട്, ഇതൊന്നും ഞാൻ നോക്കിയിട്ട് പറയില്ല ഇത് നല്ല ഉണ്ടല്ലോ എൻ്റെ കണ്ണ് കാണാൻ അല്ലെങ്കിൽ എൻ്റെ ചുണ്ട് കാണാനല്ല, ഞാൻ എന്നെ ജഡ്ജ് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതേപോലെ ഒരു പഠിക്കുന്ന കാര്യങ്ങളിലായാലും സ്കൂളിലായാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ ബാക്കോട്ട് നിൽക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്നെ കൊള്ളില്ല അങ്ങനെയൊക്കെ ഒരു തോന്നലായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ സർക്കംസ്റ്റാൻസസ് നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം. ഒരു പക്ഷേ ഇപ്പം എൻ്റെയൊക്കെ ലൈഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വളരെ സാധാരണക്കിടയിലുള്ള ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെ ആയാലും മകളായിട്ട് വളർന്നു വന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും അവർ പറയണത് അച്ഛനെ കൊണ്ട് ഇങ്ങനെ പറ്റും മോളെ, അച്ഛൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയാണ്, നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്, നമ്മൾ വളരെ താഴ്ന്ന ആൾക്കാരാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മളും കേൾക്കുന്നത്. അവരും അങ്ങനെ തന്നെയാണ് വളരുന്നത്. അപ്പം നമ്മൾ എന്താ പറയണ്ടേ, നമ്മുടെ ലൈഫ് നമ്മുടെ ചിന്താഗതികളെ ആ രീതിയിലേക്കാണ് പോണത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മൾ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് പൈസ ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഒരാൾ നല്ല ഡ്രസ്സ് ഇട്ട് പോകണ്ട, അവർക്ക് നല്ല ഡ്രസ്സിന് എനിക്കതില്ല, അപ്പം ഞാൻ പോയാൽ കൊള്ളുമോ അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ എന്താണോ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നതാണ് നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത്. നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. അല്ലാതെ നമ്മളെ തന്നെ കണ്ണാടിയിൽ നോക്കി നമ്മളെ തന്നെ വർണ്ണിച്ച് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്ന് ചിന്തിക്കുന്നത് ല്ല സെൽഫ് ലവ്. അത് നമ്മുടെ ഒരു ആഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗോളായിരിക്കാം, നമ്മൾ ആ ഒരു ലൈഫിലേക്കൊക്കെ എത്തണം എന്നുള്ളത്. അത് നമ്മൾ എത്തും തീർച്ചയായിട്ടും. നിങ്ങൾ സെൽഫ് ലവ് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി, നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൈവരിച്ചു, നിങ്ങളുടെ ലൈഫിന് മുമ്പിൽ നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനും വേണ്ടി പഠിക്കുക. നമ്മുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുക. അത് നമ്മുടെ തോട്ട്സ് മാത്രമാണ്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല, ഞാനിങ്ങനെ പറഞ്ഞാൽ ഇതല്ല, അല്ലെങ്കിൽ ഞാൻ എന്നെ കാണാൻ കൊള്ളില്ലല്ലോ, ഞാനിവിടെ പോകാൻ പാടുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മുടെ തോട്ട്സ് ആണ്. അതല്ല റിയാലിറ്റി എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ തന്നെ സ്വയം ഇരുന്ന് ചിന്തിക്കാനും അതേപോലെ തന്നെ അതിന് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന കാര്യം കേട്ടോ ജേർണൽ റൈറ്റിംഗ് ആയിക്കോട്ടെ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന സംസാരം ഒക്കെ, ഇതൊക്കെ സെൽഫ് ലവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാട്ടോ. അപ്പോൾ നിങ്ങൾ ജേർണൽ റൈറ്റിംഗ് ഒക്കെ എഴുതുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ തോന്നിയ ഈ കാര്യങ്ങളെ അത് നിങ്ങളുടെ ചിന്തയാണ്, അല്ല അതിൻ്റെ റിയാലിറ്റി എന്തായിരിക്കും എന്ന് ചിന്തിക്കുക.
ചിന്തിക്കുക കൂടെ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ കാണാൻ ഇപ്പോൾ ചില ആൾക്കാരുടെയൊക്കെ ഉണ്ടാവും ഞാൻ കളറില്ല അപ്പം എനിക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവുമോ എന്നുള്ളത്. എനിക്ക് മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്നു. എനിക്കിവിടെ ഒരു പല്ലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുക്കിംഗ് ചാനലൊക്കെയാണ് ഞാൻ ചെയ്തത്. കാരണം എനിക്ക് ഇതുപോലെ സംസാരിക്കാൻ വളരെ ഇഷ്ടമാണെങ്കിൽ പക്ഷേ ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് തന്നെ ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ പിന്നെയും എൻ്റെ ലൈഫിനെ അല്ലെങ്കിൽ എൻ്റെ സെൽഫിനെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് വന്നത്. ഇത് എൻ്റെ ഒരു പോരായ്മ, അത് ഞാൻ പറയുന്ന വാക്കുകളും ഞാൻ പറയുന്ന കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് വേണ്ടുള്ളൂ. അല്ലാതെ എൻ്റെ ഒരു പല്ലില്ലായ്മയോ അല്ലെങ്കിൽ ഞാനൊരു കളറില്ലാത്ത ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ ഞാനൊരു ഫാറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഇതൊന്നും മറ്റുള്ളവരെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ അത് ചിലപ്പോൾ അവർക്ക് നമ്മളെ പരിഹസിക്കാൻ മാത്രമുള്ളൊരു കാര്യമായിരിക്കാം. അതവർ പരിഹസിക്കുക മാത്രമല്ല, അല്ലാതെ അത് നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് എനിക്കൊരു ദ്രോഹം ചെയ്യുന്ന കാര്യമല്ല എന്ന് ചിന്തിച്ച് റിയാലിറ്റിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. ഞാൻ തടിച്ചിട്ടാണെങ്കിൽ ഈ തടിയെ ഞാൻ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കറുത്തിട്ടാണെങ്കിൽ ഈ കറുപ്പിനെ ഞാൻ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഫേഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എൻ്റെതാണ്, അതിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരുടെ മുമ്പിലേക്കും അതും കാണിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു മടി തോന്നില്ല കേട്ടോ. നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് തോട്ട്സിനെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ റിയാലിറ്റിനെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനും ശ്രമിക്കുക. അതിനുവേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ് ഒറ്റയ്ക്ക് സംസാരിക്കുക, നല്ല രീതി നെഗറ്റീവ് തോട്ട്സിനെ അവിടെ വെച്ചുകൊണ്ട് അതിൻ്റെ റിയാലിറ്റിനെ മനസ്സിലാക്കി പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ജേർണൽ റൈറ്റിംഗ് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം, എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സെൽഫിലേക്കൊരു ലവ്, നമ്മളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടി തന്നെ ചിന്തിച്ചൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മൾ എന്താണെന്നൊക്കെ ഒരു പിടി കിട്ടി തുടങ്ങും കേട്ടോ. പലരും ഇപ്പോഴും നിങ്ങൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങൾ സ്നേഹിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളായിരിക്കാം, നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നും കൂടി ഞാൻ പറയുകയാണ്, നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് നിങ്ങൾ സെൽഫിഷ് ആവുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്ന പ്രയോറിറ്റിയോടൊപ്പം നിങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് സെൽഫ് ലവ് എന്നുള്ളത്. അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഓൾമോസ്റ്റ് നിങ്ങളെപ്പറ്റി മനസ്സിലായി തുടങ്ങും. ചില പാഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ മുമ്പുള്ള, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വന്നു തുടങ്ങും. എൻ്റെയൊക്കെ ലൈഫിൽ വന്ന വലിയൊരു ചേഞ്ച് ആട്ടോ അത്. ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാനും ഞാൻ എന്നെ തന്നെ ഒന്ന് എഴുതി അറിയാനും വായിക്കാനും ഒക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഞാൻ ഡ്രോയിങ് ഒക്കെ വരയ്ക്കുന്ന ഒരാളാണ്. മുന്നേ വരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് സമയം വരെ ഞാൻ പിന്നെ പെൻസിലോ ഒന്നും എടുക്കാറില്ല. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, എന്തിനാ വരയ്ക്കുന്നത്, വരച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും കിട്ടാൻ പോകുന്നുണ്ടോ, ഇങ്ങനെ ചിന്തിക്കുക. എനിക്ക് ഈ ഒരുപാട് കാര്യങ്ങളില്ലേ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യം നോക്കാനല്ലേ, കുട്ടികളുടെ കാര്യങ്ങൾ, ഇതെന്തിനാ ഞാൻ ചെയ്യുന്നത്, അതേപോലെ ഞാനെന്തിനാ ജേർണൽ റൈറ്റിംഗ് എഴുതുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, അതേപോലെ പാട്ട് കേൾക്കുമ്പോൾ ഞാനെന്തിനാ ഡാൻസ് ചെയ്യുന്നത്, ഞാനെന്തിനാ കുറച്ച് നേരം ഇരുന്ന് പാട്ട് പാടുന്നത്, അതൊക്കെ ഇങ്ങനെ ചിന്തിച്ച ഒരാളാണ്. അതൊന്നും ലൈഫിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അതൊക്കെ മുമ്പേ ഉണ്ടായിരുന്ന ഒരു ഇഷ്ടങ്ങൾ എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലായി തുടങ്ങി ഇതൊക്കെയായിരുന്നു എൻ്റെ ഇഷ്ടങ്ങൾ. ഇതൊക്കെ ഞാൻ ചെയ്യണം ഇനിയും ഞാൻ എനിക്ക് വേണ്ടി സമയം കുറച്ച് കണ്ടെത്തിയിട്ട് ഇതൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്കൊരു ലൈഫിൽ ഒരു എൻഡ് ഓഫ് ദ ഒരു ടൈം എത്തുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എനിക്ക് വേണ്ടി കുറച്ചൊക്കെ എന്തൊക്കെയോ എൻജോയ് ചെയ്തിട്ടുണ്ട്, സന്തോഷിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ മുന്നേയുള്ള നമ്മുടെ പാരൻസിനെ തന്നെ ഓർത്താൽ മതി കേട്ടോ. അവരുടെ ലൈഫ് മുഴുവൻ, എൻ്റെ അമ്മേനെ അച്ഛനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അവിടെ എന്താ ഇഷ്ടങ്ങൾ, അതുകൊണ്ട് തന്നെ മക്കളായി ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അവരുടെ എന്തൊക്കെയായിരുന്നു അവരുടെ ഇഷ്ടങ്ങൾ എന്നുള്ളത്. അവരങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലാണ്. ഇപ്പം എൻ്റെ മോക്കൊക്കെ അറിയാം, അമ്മയ്ക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്, അമ്മയ്ക്ക് പാടാൻ ഇഷ്ടമാണ്, ഡാൻസ് ചെയ്യാൻ ഇഷ്ടം. ഇത് ഞാൻ അവരെ കൂടെ ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് അവർ കാണുന്നതുകൊണ്ടാണ് എൻ്റെ ഇഷ്ടങ്ങൾ അവർ അറിയുന്നത്. അല്ലാതെ എൻ്റെ അച്ഛനും അമ്മയൊന്നും ഒന്നും ചെയ്തിട്ടേ ഇല്ല. കാരണം അവർക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ അവരുടെ ടീനേജിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഒക്കെ അത് മാറ്റി വെച്ചിട്ടാണ് അവർ നമ്മുടെ കുട്ടികളുടെ ലൈഫ്, കാരണം വളരെ മിഡിൽ ക്ലാസ് ആയ ആൾക്കാർ അവർ ജീവിക്കാൻ വേണ്ടി ഓടുന്നവരാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അവരവരെ സ്നേഹിക്കാൻ മറക്കാറുണ്ട്, അല്ലെങ്കിൽ അവരെ അറിയാൻ മറക്കാറുണ്ട്. അത് ഞാൻ ഇപ്പോഴൊരു വലിയ ചേഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഐസ്ക്രീം മേടിച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ ഐസ്ക്രീം വാങ്ങിയെങ്കിൽ 2 ഐസ്ക്രീം എനിക്ക് ചേച്ചിക്ക് മാത്രം മേടിക്കും, വേണ്ട മക്കൾ കഴിച്ചോ എന്ന് പറയും. ഞാനൊക്കെ 3 തന്നെ മേടിച്ച് അവർക്ക് 2 ഓരോന്ന് കൊടുത്താൽ ഞാനൊന്ന് കഴിക്കും. കാരണം എനിക്കത് ഇഷ്ടമാണ്, എനിക്കത് കഴിക്കണം. ഒരു 35-40 വയസ്സാകുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഷുഗർ വരാം, എനിക്ക് കഴിക്കാൻ പറ്റണമെന്നില്ല. അപ്പം എൻ്റെ ഇഷ്ടങ്ങൾക്കും കൂടി കുറച്ച് പ്രയോറിറ്റി കാണാൻ വേണ്ടിയിട്ടൊക്കെ ഞാനിപ്പോൾ പഠിച്ചിട്ട്, മുമ്പ് ഞാനും എനിക്കൊന്ന് കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാറുണ്ട്, നമ്മളൊക്കെ ഇപ്പോൾ ഒരു ടിപ്പിക്കൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു മദർ ഫാദർ എന്ന ലെവലിൽ തന്നെയാണല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരു ചേഞ്ച് അത്യാവശ്യമല്ലേ റിജോട്ടാ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മുടെ ജേർണൽ റൈറ്റിംഗ് ആയിക്കോട്ടെ, നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ പാഷൻ, നമ്മൾ മുമ്പ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പലർക്കും അത്
പഠിക്കാനോ അല്ലെങ്കിൽ ഒരു സ്കില്ലാണ് അതൊന്നും പഠിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് തന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കഴിവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ക്യാഷ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന നിങ്ങളത് പഠിക്കണം. ഡ്രോയിങ് ആയിക്കോട്ടെ. ഞാനിപ്പോൾ ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആ സ്കില്ല് വളർത്താൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രമിക്കുക. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഇത് ഒരു പക്ഷേ നമ്മൾ മൂലയ്ക്ക് ഇരിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ നാളെ വേറെ ആരെങ്കിലുമൊക്കെ ആവാം കേട്ടോ. ഒരു പക്ഷേ ഞാൻ ഒന്നും ആയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞ് എൻ്റർപ്രണറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലേക്കൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ഇതും ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മൂലയ്ക്ക് ഇരുന്ന് വളരെ പേടിയും ഭയത്തോടെ ഇരുന്ന ഒരു വ്യക്തി ഇന്നിപ്പം ഇങ്ങനെ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാനാണ്. അപ്പം ഞാൻ എന്നെ തന്നെ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായിരുന്ന വലിയൊരു മാറ്റമാണ്. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ആരുടെ അടുത്ത് വേണമെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഭയങ്കര കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ഡെവലപ്പായി വരുന്ന ഒരു കാര്യം നമ്മൾ നമ്മളെ മനസ്സിലാക്കി തുടങ്ങും. നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസും നമുക്ക് എല്ലായിടത്തും നമ്മൾക്ക് നമ്മുടെ പോരായ്മകൾ നന്നായിട്ട് മനസ്സിലാക്കി തുടങ്ങും കേട്ടോ. അതുകൊണ്ട് തന്നെ അതിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അതിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കോൺഫിഡൻസും ഉണ്ടാവും. നമ്മൾ എല്ലാത്തിനെയും ഫേസ് ചെയ്യാനും തുടങ്ങും. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ആയി. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രണയിക്കണം എന്നുള്ളത്. നമ്മൾ പ്രണയിക്കുന്ന പ്രണയിച്ച ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പം മാരേജ് കഴിഞ്ഞ ആദ്യത്തെ സമയത്താണെങ്കിലും പ്രണയം എന്ന് പറയുന്ന ആ സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. ആ സമയത്ത് നമ്മൾ ആ വ്യക്തിക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചേഞ്ചസ് നമ്മളെ സെൽഫിൽ വരുത്തും അല്ലേ. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും. നമ്മൾ അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും അല്ലേ, നമ്മൾ സംസാരത്തിലാണെങ്കിലും എല്ലാത്തിലും നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജിൽ ഒരു ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും അല്ലേ. ആ ഒരു സമയം കഴിഞ്ഞ് നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിയുന്ന സമയത്തേക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ടിപ്പിക്കൽ ആവട്ടെ, നമ്മുടെ ചാറ്റിങ്ങിലാണെങ്കിലും നമ്മൾ ഫോണിൽ സംസാരിക്കുന്നതാണെങ്കിലും വീട്ടിലുള്ള കാര്യത്തിലാണെങ്കിലും നമ്മൾ തന്നെ ചില സമയത്ത് ചിന്തിച്ച് നോക്കും നമ്മളിപ്പോൾ എന്തായി എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും അല്ലേ. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മളെ തന്നെ പ്രണയിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് ലൈഫിലേക്ക് തിരിച്ചു വരും കേട്ടോ. ഞങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചൊരു 3-4 വർഷം കഴിഞ്ഞ് മോളൊക്കെ അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒത്തിരി സംസാരിക്കും കേട്ടോ. നമ്മുടെ ചേഞ്ച് വന്നു മാറി എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി സംസാരിക്കും. അപ്പോഴാണ് നമ്മളും ശ്രദ്ധയിൽപ്പെട്ട് നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ എൻ്റെ കാരണം ഞാൻ മോള് എന്നുള്ള കാര്യത്തിൽ നോക്കി നടക്കുമ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തുകയോ ചെയ്യുന്നില്ല. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മുടെ മെൻ്റലായിട്ട് നമ്മൾ ഒരു വ്യക്തി നമ്മളെ തന്നെ സ്നേഹിക്കുന്നത് തന്നെ നമ്മുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്കിൻ കെയർ ആയിക്കോട്ടെ, ഹെയർ കെയർ ആയിക്കോട്ടെ, എക്സസൈസ് ചെയ്തിട്ടാണെങ്കിലും ഈ വക കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ തോന്നുന്നത്. നമ്മളെ ചിന്തിക്കാതെ നമുക്ക് വേണ്ടി ജീവിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മളൊരിക്കലും ഈ ഒരു കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല. അപ്പം നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചിന്തിച്ചു തുടങ്ങും. അയ്യോ ഞാൻ കുറച്ച് തടിച്ചല്ലേ, അല്ലെങ്കിൽ ഞാൻ എന്തോ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടുണ്ടല്ലേ, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാൻ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴാണ്. അപ്പം അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ സ്നേഹിക്കുമ്പോൾ എന്താ പറയുക, നഷ്ടപ്പെട്ടു പോയൊരു പ്രണയം ഉണ്ടല്ലോ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ ഏത് റിലേഷൻഷിപ്പിൽ, അത് തിരിച്ചു വരാൻ തുടങ്ങും കേട്ടോ. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആ പഴയ കാലത്തിലേക്ക് തന്നെ പോകും. അപ്പം ആ ഒരു റിലേഷൻഷിപ്പിലും അത് കാണാനുണ്ടാവും, ആ ഒരു ബ്യൂട്ടി കാണാനുണ്ടാവും. അത് മസ്റ്റാട്ടോ. ഇത് എൻ്റെ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ ഒരു ബ്യൂട്ടി കാണണമെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഒരു ടിപ്പിക്കൽ അമ്മ അല്ലെങ്കിൽ ടിപ്പിക്കൽ അച്ഛനൊക്കെ ആയി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ബ്യൂട്ടി പഴയ അവരുടെ ആ ഒരു പ്രണയ ജീവിതത്തിൻ്റെ ആ ഒരു ബ്യൂട്ടി തിരിച്ചു വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ തന്നെ പ്രണയിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ലവ് ലെറ്റേഴ്സൊക്കെ നമുക്ക് വേണ്ടി തന്നെ എഴുതിയിട്ടും നമുക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ അവരെ നോക്കില്ലേ, ആ നോക്കുന്ന പോലെ നമ്മൾ നമ്മളെ നോക്കുക. പിന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളോട് ഈ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം കേട്ടോ. നിങ്ങളെ സെൽഫിനെ സ്നേഹിച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങളിലേക്ക് വലിയൊരു ചേഞ്ച് ഉണ്ടാവും. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും നിങ്ങളുടേതായ ഒരു പ്രസൻസിലൊക്കെ തന്നെ വലിയൊരു ചേഞ്ച് ഉണ്ടാവും. ഈ ചേഞ്ച് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കും ഒരു പോസിറ്റീവ് എനർജി ആട്ടോ കൊടുക്കുക. അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന വാല്യൂ എന്താണെന്ന് അറിയോ, നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് അതൊക്കെ കൂടും, നിങ്ങളുടെ വാല്യൂയെ മാറും. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരുപാട് വീഡിയോസ് കാണും, ഞാൻ എങ്ങനെ മാറണം അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ പോസിറ്റിവിറ്റി വരാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റിവിറ്റി വരികയും ചെയ്യും. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്കൊരു വലിയ വാല്യൂ ആട്ടോ അവർ തരിക. നിങ്ങളുടെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ ലൈഫിൽ ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ ഇടാം. അതേപോലെ
അതൊരു ചാലഞ്ച് ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. കാരണം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചാലഞ്ച്, ഒരു 7 days ചാലഞ്ച് നമ്മുടെ സെൽഫ് ലവിനെ പറ്റിയിട്ടുള്ള. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് വീഡിയോ ഇടും, അതിന് മുമ്പായിട്ട് ഞാൻ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ കൂടി ഇടും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ചാലഞ്ച് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ എങ്ങനെയാണ് സെൽഫ് ലവ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനിയൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്.